സമൂഹമേ, പല പള്ളിയെന്നും പറയും, പല ദർസെന്നും പറയും, മുജാഹിദിന്റെ പ്രസംഗം വരുന്നുണ്ട്, സലഫി പ്രസ്ഥാനത്തിന്റെ വാള് വരുന്നുണ്ട്, നമ്മുടെ പണ്ഡിതന്മാരെ പറ്റി അവർ പരാമർശിക്കുന്നുണ്ട്, ക്ലിപ്പിട്ട് സംസാരിക്കുന്നുണ്ട്. ശൈത്താന്മാരുടെ കുടിലാണത്. പോയി ചെന്ന് പെടണ്ട, പറഞ്ഞു കൊടുക്കും അല്ലേ? ഞങ്ങൾ ഇവിടുത്തെ മുജാഹിദുകളോട് പറയാ, പൈച്ചാറിൽ ഇനി AP സമസ്തയിൽപ്പെട്ട ഏതെങ്കിലും പണ്ഡിതനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവരോ വന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ നിങ്ങൾ കേട്ടുകൊള്ളൂ, നിങ്ങൾ ധൈര്യമായി കേട്ടോളൂ. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അള്ളാഹുവിന്റെ ദീനിനെ ഇവർ വക്രീകരിക്കുന്നത്, ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. ഹദീസുകൾ ഇവർക്ക് പറയാൻ നേരമില്ല. 2 മണിക്കൂർ പ്രസംഗിച്ചാൽ കെട്ടുകഥകളെ പറയാനുള്ളൂ. ഞങ്ങൾക്ക് പേടിയില്ല. പൈച്ചാറിൽ മുജാഹിദ് പ്രസ്ഥാനം 2 മണിക്കൂറോ 3 മണിക്കൂറോ പ്രസംഗിക്കുമ്പോ ഒലിച്ചു പോകുമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ, ഞങ്ങളുടെ അനുയായികൾ കേട്ടാൽ പിഴച്ചു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ പഠിപ്പിക്കുന്ന ആദർശം വട്ടപൂജ്യമാണ്. നിങ്ങൾ പഠിപ്പിക്കുന്ന ആദർശം തെറ്റാണ്. ഇതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസംഗം 4 മണിക്കൂർ കേട്ടാൽ പിടച്ചു പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാരെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, അത് നിങ്ങളുടെ ഭയമാണ്, പേടിയാണ്. ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന സലഫി പ്രസ്ഥാനം എന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വളർന്ന് അതേ സത്യം മനസ്സിലാക്കി വേർതിരിച്ചു വന്നതാണ്. ഇനിയും വരും ആളുകൾ ഹക്ക് മനസ്സിലാകുമ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത് കെട്ടുകഥയല്ല. ഞങ്ങൾ ക്ഷണിക്കുന്നത് റബ്ബിലേക്കാണ്. ഞങ്ങൾ ക്ഷണിക്കുന്നത് ഏതെങ്കിലും തങ്ങളിലേക്കല്ല, ബീവിയിലേക്കല്ല, വ്യക്തിത്വത്തിലേക്കല്ല, ഹോജയിലേക്കല്ല, മായാവിക്കഥയിലേക്കല്ല, കുപ്പിക്കഥയിലേക്കല്ല. അല്ല, ഞങ്ങൾ ക്ഷണിക്കുന്നത് ലോകത്തിന്റെ റബ്ബിലേക്കാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. ഏത് സ്ഥലത്തും ഞങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ട്. ഇങ്ങനെ പ്രസംഗം നടക്കുന്ന സ്ഥലത്ത് ഉടനെ ചോദിക്കും, ഞങ്ങൾ വാദപ്രതിവാദത്തിനുണ്ടോന്ന്. അതാ ചോദിക്കൽ. എന്താ കാരണം? ഇതിങ്ങനെ കേട്ടാൽ ഒരു 4-5 തവണ ഇങ്ങനെ കേട്ടാൽ ആളുകൾക്ക് കാര്യം ഇങ്ങനെ മനസ്സിലാവും. അപ്പൊ ഉടനെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തട്ടിപ്പാണ്. എന്നാ പിന്നെ അവരോട് വാദപ്രതിവാദത്തിനുണ്ടോ എന്ന് ചോദിക്കാൻ. മനസ്സിലായില്ലേ? ഇവിടെയും അതിന്റെ ചില അലയൊലികൾ, അതിന്റെ സംസാരം തുടങ്ങുന്നതിന് മുമ്പേ തുടങ്ങി വെച്ചിട്ടുണ്ട്. എന്താ കാരണം? മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആരെയും വാദപ്രതിവാദത്തിന് വെല്ലുവിളിക്കുന്ന ഒരു ശൈലിയൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൃത്യമായ നിലപാടാണ്. ഒരു വാദപ്രതിവാദത്തിന് വേദി ഒരുങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ പണ്ഡിതന്മാർ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാറില്ല. അത് അവസരമൊത്ത് അതിന്റെ സമയമെത്തിയാൽ തീർച്ചയായും സംഘാടകരുമായി ബന്ധപ്പെട്ടാൽ ഉറപ്പായിട്ടും ആ കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകും. അത് യാതൊരു മടിയുമില്ല. പക്ഷേ ഇവിടെ പൈച്ചാറിൽ ആദ്യം നടക്കേണ്ടത് ഇതുപോലെയുള്ള ഒരു 4-5 തവണ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസാരം ആളുകൾ കേൾക്കട്ടെ. നിങ്ങൾ എന്ത് സംഘടിപ്പിച്ചാലും ഞങ്ങൾ ഇത് അവസരത്തിനനുസരിച്ച് ഞങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇത് ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഞങ്ങൾക്ക് പറയാനുള്ളത് ഖുർആനാണ്, അള്ളാഹുവിന്റെ ദീനാണ്, തിരുസുന്നത്താണ്, സമൂഹത്തെ ബോധ്യപ്പെടുത്തലാണ്, അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കലാണ്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്. അത് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് പറയലാണ്. മരിച്ച സ്ഥലത്തിരുന്ന് ഖുർആൻ ഓതുമ്പോ അരുത്, മുത്തുനബി അങ്ങനെ ഓതിയിട്ടില്ല എന്ന് ഞങ്ങൾ പറയും. ഖുർആൻ എതിരായതുകൊണ്ടല്ല, ഖുർആൻ ഓതാൻ പാടില്ലാത്തത് കൊണ്ടല്ല, പിന്നെ മരിച്ചവനോട് യാതൊരു ബഹുമാനം ഇല്ലാത്തത് കൊണ്ടല്ല, പിന്നെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് കുറെ സഹാബികൾ മരിച്ചിട്ടുണ്ട്. ഒരൊറ്റ സഹാബിയുടെ ചുറ്റുമിരുന്ന് നബിയും സഹാബത്തും അള്ളാഹുവിന്റെ ഖുർആൻ എടുത്ത് ഇങ്ങനെ ഒരു പാരായണം ചെയ്യുന്ന രീതി കണ്ടിട്ടില്ല. ഇനി പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന, നമ്മളൊക്കെ വളരെ ബഹുമാനത്തോട് കൂടി കാണുന്ന മഹാനായ പണ്ഡിതനായ ഇമാമായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ പള്ളി ദർസിലില്ലേ? ഉണ്ട്. ആ പള്ളി ദർസിന്റെ അലമാരയിൽ സൂക്ഷിച്ച മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ മറിച്ചോളൂ നിങ്ങൾ. വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ എന്ന ആയത്തിന്റെ വിശദീകരണം എടുത്തോളൂ. ഞാൻ വായിക്കാം, അതിലുണ്ടോ നിങ്ങൾ പരിശോധിച്ചോളൂ. ആ ആയത്തിന് വിശദീകരണം ആര് പറയാ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ. ആരാ ഉദ്ധരിക്കുന്നത്? മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? കേട്ടോളൂ, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഏത് ആയത്തിന്റെ വിശദീകരണത്തിലാ? വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ, ഒരു മനുഷ്യന് അവൻ അധ്വാനിച്ചതാണ് ഉണ്ടാവുക എന്ന് പഠിപ്പിക്കുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഷാഫി മദ്ഹബിലെ അഗ്രഗണ്യ പണ്ഡിതന്മാരുടെയും ഇമാമുകളുടെയും കൂട്ടത്തിൽ മഹാനായ പണ്ഡിതനാകുന്ന ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആരുടെ ഉദ്ധരണിയായിട്ടാണ് എടുത്തുദ്ധരിക്കുന്നത്? മഹാനായ പണ്ഡിതനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉദ്ധരണി പറയുകയാണ്. കേട്ടോളൂ നിങ്ങൾ. ഈ ആയത്തിനെ കുറിച്ച് പറയുകയാണ്. വമിൻ ഹാദിഹിൽ ആയ അൽ കരീമ, ഈ മഹത്തരമായ ആയത്തിൽ നിന്ന് ഇസ്തംബത്ത ഷാഫിഈ റഹിമഹുല്ലാഹ് വമൻ ഇത്തബഅഹു, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹത്തെ പിന്തുടർന്നവരും തെളിവെടുത്തിട്ടുണ്ട്. കേട്ടോളൂ, ഇനി ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോളൂ. അന്നൽ ഖിറാഅത ലാ യസ്ലി ഹദാഉ സബബിഹാ ഇലൽ മൗത ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം വലിഹാദാ ലം യൻദുബ ഇലൈഹി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു വലാ ഹസ്സഹും അലൈഹി വലാ അർശദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഈമാഇൻ വലം യുൻകൽ ദാലിക അൻ അഹദിൻ മിനസ് സഹാബ. എന്താ അർത്ഥം? എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോളൂ. ഈ ആയത്തിൽ നിന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ പിന്തുടരുന്നവരും
തെളിവെടുക്കുകയാണ്. എന്ത് തെളിവാണ് എടുക്കുന്നത്? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ അടുത്തിരുന്ന് ഖുർആൻ ഓതിയാൽ അയാൾക്കതിന്റെ പ്രതിഫലം കിട്ടുകയില്ല. കാരണം ഞാനല്ല പറയുന്നത്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയാ പറയുന്നത്, ഞങ്ങളല്ല ഉദ്ധരിക്കുന്നത്. മഹാനായ പണ്ഡിതനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽപ്പെട്ടതല്ല, അദ്ദേഹത്തിന്റെ അധ്വാനത്തിൽപ്പെട്ടതല്ല. ഇങ്ങനെ ഒരു സുന്നത്ത് മുത്തുനബി പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സുന്നത്തിന്, ഇങ്ങനെ ഒരു ആചാരത്തിന് പ്രവാചകൻ പ്രേരണ നൽകിയിട്ടില്ല. ഖണ്ഡിതമായ തെളിവ് നബിയിൽ നിന്ന് വന്നിട്ടില്ല. സൂചനാപരമായ തെളിവും വന്നിട്ടില്ല. ഒരൊറ്റ സഹാബിയും ഇത് ഉദ്ധരിച്ചിട്ടില്ല. പള്ളി ദർസിൽ ഓതിക്കൊടുക്കുന്ന തഫ്സീറിലാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്. വായിച്ചു കേൾപ്പിക്കുമോ നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ? അത് പറയാൻ ഞങ്ങളല്ലാതെ മറ്റാരുമില്ല. ഈ തഫ്സീർ വായിച്ചിട്ട് ഇതാ മരിച്ച സ്ഥലത്തിരുന്ന് ഖുർആൻ ഓതുന്നതിന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്ന് തെളിവില്ല. നമ്മൾ ഓതുന്നു, പക്ഷെ സഹാബത്താരും ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ല, താബീങ്ങൾ ചെയ്തിട്ടില്ല, മദ്ഹബിന്റെ ഇമാമുകൾ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇതാ തഫ്സീർ വായിച്ചു തരാമെന്ന് പറഞ്ഞ് വമ്പ് വർത്തമാനം പറയുന്ന പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ വായിച്ചു കൊടുക്കുമോ മുസ്ലിം ഉമ്മത്തിന്? വായിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിന്ന് ഇത് പറയുന്നത്. ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സലഫികൾ മയ്യത്തിന്റെ കൂടെ മിണ്ടാതെയാണ് പോവാറുള്ളത്. ഞങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല, കിതാബിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. മഹാനായ ഇമാം നബവി നേരത്തെ വായിച്ചു കേൾപ്പിച്ചത് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി തന്റെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമാകുന്ന അൽ അദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, അതുമുണ്ടാകും പള്ളി ദർസിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. അതിൽ പറയുന്ന വാക്ക് കേട്ടോളൂ. വഇലം അന്ന الصواب المختار ما كان عليه السلف رضي الله عنهم السكوت في حال السير مع الجنازه. മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ മിണ്ടാതെ പോകണം. فلا يرفع صوتا بقراءه ولا ذكر ولا غير ذلك. ഖുർആൻ ഓതിക്കൊണ്ട് ശബ്ദമുയർത്തരുത്, ദിക്ർ ചൊല്ലിക്കൊണ്ട് ശബ്ദമുയർത്തരുത്, വേറെ വർത്തമാനങ്ങൾ കൊണ്ടും ശബ്ദമുയർത്തരുത്, അല്ലാത്തത് കൊണ്ടും ശബ്ദമുയർത്തരുത്. ആരാ പഠിപ്പിക്കുന്നത്? ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇത് സമൂഹത്തെ കേൾപ്പിക്കാൻ യഥാർത്ഥ സുന്നികളായ ഞങ്ങളല്ലാതെ മറ്റാരും എഴുന്നേറ്റ് നിൽക്കുകയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് സമൂഹത്തിന്റെ മുമ്പാകെ ഉറക്കെ കേൾപ്പിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഹദീസും ഇതുപോലെയുള്ള ഇബാറത്തും ഇതുപോലെ തഫ്സീറിൽ നിന്ന് സത്യസന്ധമായി വായിച്ച് കേൾപ്പിക്കാൻ നേരമില്ല. കഥ കേൾപ്പിക്കുകയാണ് പലപ്പോഴും, കെട്ടുകഥ കേൾപ്പിക്കുകയാണ് പലപ്പോഴും, കള്ളക്കഥ കേൾപ്പിക്കുകയാണ് പലപ്പോഴും.